ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. എഗ്ഗ് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന 2 മണിക്കൂറത്തെ സമയം തണുക്കാൻ വേണ്ടി ആ ഒരു ടൈമേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പുഡിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1/2 ലിറ്റർ ഞാൻ മിൽമയുടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ വാനില എസൻസ് നമുക്ക് ഒഴിക്കണം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഒഴിക്കണം. പിന്നെ നമുക്ക് പഞ്ചസാര, ഷുഗറാണ് വേണ്ടത്. പിന്നെ ഞാൻ വയ്ക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു റിങ്ങും കൂടെ വച്ചിട്ടുണ്ട്. ഈ കുക്കറിനകത്ത് ഇരിക്കുന്ന ഒരു പാത്രം വേണം നമ്മൾ എടുക്കേണ്ടത്. അപ്പം എനിക്ക് പറ്റിയ ഈ സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. നമുക്ക് എടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പാലും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാല് നമുക്ക് ആദ്യം കാച്ചി അതിൽ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ കാരമലൈസ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കറിനകത്തോട്ട് വച്ചിട്ട് വെയിറ്റ് ഇടാതെ ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ്. നമുക്ക് ഈ പാത്രത്തിൽ തന്നെ കാരമലൈസ് ചെയ്ത് വെച്ചാൽ മതി. വേറെ പാത്രത്തിലോട്ടൊന്നും ഒഴിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഇതിലോട്ട് തന്നെ മറ്റേ പാലും മുട്ടയും കൂടെ അടിച്ചത് നമുക്ക് ഇതിലോട്ട് തന്നെ ഒഴിച്ച് വേവിക്കാം. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഞാൻ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സോസ് പാൻ എടുത്ത് പാല് 1 കവർ പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പാല് ഒഴിച്ച് നല്ലപോലെ തിളച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. കാര്യം ഒന്നൊരു കുറുകി വരാൻ വേണ്ടി. പാൽപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കട്ടി കിട്ടും. പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി 2 സ്പൂൺ കലക്കി ഒഴിക്കാം. ഞാൻ 2 സ്പൂൺ നിഡോയും കൂടി കലക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പാല് നല്ല കട്ടിക്ക് കിട്ടും. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം മതി, ഓപ്ഷണലാണ്. പിന്നെ പഞ്ചസാര ഞാൻ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് ഈ കപ്പിനാണ് എടുത്തിരിക്കുന്നത്. അത് മധുരം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് പാല് നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ 2 സ്പൂൺ നീഡോ പാൽപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം മതി. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്, ഓപ്ഷണലാണ്. അതാകുമ്പോൾ അല്ലെങ്കിൽ പാല് നമ്മൾ ഒഴിച്ചിട്ട് മിൽമയുടെ തന്നെ പാലൊഴിച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് കുറുകി വരത്തക്ക രീതിയിൽ ചെയ്താലും മതി. പാൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഏകദേശം പാല് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര അവിടെ ചേർത്ത് നമുക്കൊരു തിളച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് കുറുകി എടുക്കത്തക്ക രീതിയിൽ തിളപ്പിക്കാം. അപ്പോൾ പാല് തിളച്ച് വരുന്നിട്ടുണ്ട്. നല്ലപോലെ തിളക്കട്ടെ. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ തീ ഒന്ന് സിമ്മാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുറുകി വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തീ സിമ്മാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 5 മിനിറ്റ് ആ തീയിൽ കിടന്നൊന്ന് വേകട്ടെ. അപ്പോൾ പാല് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി ഒരു 10 മിനിറ്റ് ചൂടൊന്ന് ചെറിയ നല്ല ചൂടോടുകൂടി മുട്ടയൊന്നും ഒഴിക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയും കൂടെ ഒന്ന് മിക്സിയിൽ വെച്ച് അടിച്ചതിന് ശേഷം 1 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ച് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ആ മിക്സ് ചെയ്തെടുക്കുന്നതിലാണ് നല്ലപോലെ പതയണം. മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ മുട്ട മിക്സിയിലോട്ട് ഒഴിച്ചൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 3 മുട്ട മിക്സിയിലൊന്ന് നല്ലപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് പാലിലോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ വാനില എസൻസ് ഞാൻ
പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട അടിച്ചതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പതപ്പിച്ചെടുക്കണം. നല്ലപോലെ പതപ്പിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ മുട്ട അടിച്ച് വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ പതപ്പിച്ചെടുക്കണം. ഇത്രയും നല്ലപോലെ നമുക്ക് പതപ്പിക്കാമോ അതേപോലെ അടിച്ചെടുക്കണം. ചെറിയ ചൂട് ഒരു ആവി ഒന്ന് പോയി ഒരു 5 മിനിറ്റ് പാല് തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം മതി നമ്മൾ മുട്ടയൊക്കെ പതപ്പിച്ച് ഒഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നല്ലപോലെ പതപ്പിച്ചതിന് ശേഷം നമുക്ക് കാരമലൈസ് ചെയ്ത പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ കുക്കറിനകത്ത് നമ്മൾ ഇത് ഒഴിക്കേണ്ട മിശ്രിതം ഞാൻ കുക്കറിനകത്ത് തന്നെയാണ് ആ പാത്രം ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വെളിയിൽ വെച്ച് ഇതിപ്പം പാലും എല്ലാം കൂടെ ഒഴിച്ചിട്ടെടുത്ത് അകത്ത് വയ്ക്കുന്നതിന് വേണ്ട നല്ലത് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ കുക്കറിനകത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് ഒഴിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. എത്ര നല്ലപോലെ നമുക്ക് അടിച്ച് പതപ്പിക്കാൻ പറ്റും അതുപോലെ നമ്മൾ പതപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ. നല്ലപോലെ പതയണം, അടിച്ച് പതപ്പിക്കണം. എന്നിട്ട് നമ്മളെന്താ നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൽ അകത്തിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കയ്യിലൊക്കെ ചൂടടിക്കും. നമ്മൾ ചൂടുണ്ടല്ലോ. അപ്പം ഇതേപോലെ നമ്മൾ ഒഴിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു അടപ്പെടുത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക, 20-25 മിനിറ്റ് നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് വയ്ക്കരുത്. 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് വെന്തിരിക്കും. പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. അതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ പുഡിങ് കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഇടരുത്. 20 മിനിറ്റ് നമുക്ക് 20-25 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. മീഡിയത്തിലേ വയ്ക്കാവൂ. ഹൈയിലും ലോയിലും അല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുഡിങ് നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇനി ഈ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ വെള്ളത്തിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് തണുപ്പിച്ചെടുക്കാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലൊന്നും വയ്ക്കരുത്. ഫ്രിഡ്ജിലൊരു 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടി വയ്ക്കാം. അപ്പോൾ ഇതിന് തണുക്കട്ടെ. നല്ല തണുത്തതിന് ശേഷമേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതാ നല്ല രീതിയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. 20 മിനിറ്റ്, ഒരു 22-25 അത്രയേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. പിന്നെ എയറൊക്കെ പോയി, നല്ലപോലെയൊക്കെ എയറെല്ലാം പോയതിന് ശേഷമാണ് ഇപ്പോൾ ഇളക്കി. അപ്പോൾ നല്ല സെറ്റായി ഇരിക്കുകയാണ്. തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് അത് കുറച്ചങ്ങ് വീണ് പോയതാണ്. തണുത്ത് നല്ല സൂപ്പർ ടേസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. 2 മണിക്കൂർ തണുക്കാൻ വയ്ക്കുന്ന ഒരു സമയമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. കഴിച്ച് നോക്കി കമൻറ്റ് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു സൂപ്പർ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.